എന്ത് സംഭവിച്ചാലും കൂളായി കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ സ്വയം കാട്ടുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ നികുതി US സുപ്രീം കോടതി റദ്ദാക്കിയപ്പോഴും പ്രസ്താവനകളിലൂടെ ക്ഷോഭം പ്രകടിപ്പിച്ചതല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ അക്ഷോഭ്യനായിരുന്നു ട്രംപ്. മറ്റൊരവസരത്തിൽ ചോദ്യം ചോദിച്ച ആളോട് മോശമായ ആംഗ്യം കാട്ടിയപ്പോഴും മുഖത്ത് നിർവികാരതയായിരുന്നു. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നൊരു ഭാവം. പക്ഷേ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പലതവണ അസഭ്യ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതേ ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റിനെ വർദ്ധിത ക്ഷോഭത്തോടെ ട്രംപിന്റെ ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങൾ കണ്ടുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. 1.5 മാസത്തോളം നീണ്ട ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കുണ്ടായ കനത്ത തിരിച്ചടിയായിരുന്നു അമേരിക്കയുടെ F-15 ഈഗിൾ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. F-15 വീണതറിഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകളോളം അസ്വസ്ഥനായി മനസാന്നിധ്യം നഷ്ടപ്പെട്ട ഒരാളെ പോലെയായിരുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സഹായികളോട് ആക്രോശിക്കുന്ന അക്ഷമനായ ട്രംപായിരുന്നു വാർ റൂമിൽ കണ്ടത്. F-15 തകർന്ന് കാണാതായ ആ ഒരു സൈനികൻ ഇറാന്റെ കസ്റ്റഡിയിലാകുമെന്ന ചിന്ത തന്നെയായിരിക്കും ട്രംപിന്റെ സമനില തെറ്റിച്ചത്. മറ്റൊന്ന്, F-15 പോലെ അമേരിക്കൻ സേനയിലെ ഏറ്റവും കരുത്തനായ യുദ്ധവിമാനം വീഴുക എന്നാൽ അത് അമേരിക്ക കേൾക്കുന്ന കനത്ത തോൽവിയാണ്. അതോർത്തുള്ള അസ്വസ്ഥതയായിരിക്കാം അന്ന് ട്രംപിനെ അത്രമേൽ അസ്വസ്ഥനാക്കിയത്. സംഘർഷം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ട്രംപിന്റെ ഭയം വർദ്ധിച്ചു വരികയായിരുന്നു എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതും ട്രംപിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ടാക്കാം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് US-ന്റെ F-15 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 2 സൈനികരെയും കാണാതാവുകയും ചെയ്തു. ഒരാളെ ഉടനടി തന്നെ കണ്ടെത്താൻ US സേനയ്ക്ക് സാധിച്ചു. രണ്ടാമനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെയാണ് ട്രംപ് അക്ഷമനായത്. വിവരമറിഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം ട്രംപ് അസ്വസ്ഥനായിരുന്നത്രേ. സഹായികളോട് തട്ടിക്കയറിയും ദേഷ്യപ്പെട്ടും തന്റെ വികാരം പ്രകടിപ്പിക്കുന്ന ട്രംപിനെയാണ് വാർ റൂമിൽ കണ്ടത്. ഈ സമയത്തെല്ലാം കാണാതായ ആ ഒരു സൈനികൻ കാണാമറയത്ത് തന്നെയായിരുന്നു. വൈമാനികനെ കണ്ടെത്തുക എന്നത് അമേരിക്കൻ സേനയ്ക്ക് ദുഷ്കരമായ ഒരു ടാസ്ക് ആയിരുന്നു. തന്റെ സൈനികനെ ശത്രു സൈന്യം ബന്ദിയാക്കുന്നതിനപ്പുറം ആ സൈനികനെ മുന്നിൽ നിർത്തി തന്നോട് ഇറാൻ വിലപേശുമെന്ന ചിന്തയായിരിക്കാം ട്രംപിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയത്. ട്രംപിന്റെ ഈ അക്ഷമയും ആക്രോശവും സമാധാനപരമായ ആസൂത്രണത്തിനും ആലോചനയ്ക്കും തടസ്സമാകുമെന്ന് കണ്ടതോടെ ട്രംപിനെ വാർ റൂം ബ്രീഫിങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നീടുള്ള ഒരു യോഗങ്ങളിലും ട്രംപിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് വിവരം. പക്ഷേ നിർണായക വിവരങ്ങൾ അപ്പപ്പോൾ അവർ ട്രംപിനെ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി ബെയിൽസ് എന്നിവരാണ് പിന്നീട് വാർ റൂം മീറ്റിംഗുകൾ നിയന്ത്രിച്ചിരുന്നത്. ഓരോ മിനിറ്റിലും വാൻസും സൂസിയും വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. സമയാസമയങ്ങളിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം കൃത്യമായ വിവരങ്ങൾ ട്രംപിനെ ഫോണിൽ അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ സൈനികനെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയെന്ന വിവരം വന്നതിന് ശേഷം മാത്രമാണ് ട്രംപിന് ശ്വാസം നേരെ വീണത്. ഒടുവിൽ തന്റെ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കിയ ശേഷമാണ് അമേരിക്കൻ സമയം പുലർച്ചെ 2 മണിയോടെ ട്രംപ് ഉറങ്ങാൻ പോയത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രൂത്ത് സോഷ്യലിൽ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കി പോസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം. ശത്രുക്കളാൽ വേട്ടയാടപ്പെട്ട ധീരനായ യോദ്ധാവ് എന്നാണ് രക്ഷപ്പെട്ട സൈനികനെ ട്രംപിന്റെ പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. കാണാതായ സൈനികനെ ഇറാൻ ബന്ദിയാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകുമായിരുന്നു. അതാകാം ട്രംപിനെ ഇത്രമേൽ അസ്വസ്ഥനാക്കിയത്. ഒരു US സൈനികൻ പോലും ബന്ദിയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന അതിശക്തമായ തിരിച്ചടിയാകുമായിരുന്നുവെന്ന് അന്ന് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് അമേരിക്കൻ യുദ്ധവിമാനമായ F-15 ഇറാൻ വെടിവെച്ചിട്ടത്. ഗ്രൗണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷോൾഡർ മിസൈൽ ഉപയോഗിച്ചാണ് ആ വെടിവെപ്പ്. വെടിയേറ്റ് വിമാനം അപകടത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലാക്കി 1-ാം പൈലറ്റ് വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. വിമാനം താഴേക്ക് പതിക്കുന്നതിന് മുൻപ് പുറത്തേക്ക് ചാടിയ ഒരു ജീവനക്കാരനെ US സേന വേഗത്തിൽ രക്ഷപ്പെടുത്തി. രണ്ടാമത്തെയാൾ 24 മണിക്കൂറിലധികമാണ് ഇറാനിൽ കുടുങ്ങിക്കിട്ടുന്നത്. ഇതോടെ ഇയാളെ കണ്ടെത്തുക എന്നതായി പ്രധാന രക്ഷാപ്രവർത്തനം. ഇറാനിയൻ സേന ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ സൈനികനെ കണ്ടെത്താനും പുറത്തെത്തിക്കാനും തീവ്രവും ത്വരിതവുമായ നടപടികളാണ് US സേന നടപ്പാക്കിയത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വമ്പൻ സന്നാഹങ്ങളായിരുന്നു രണ്ടാമത്തെ സൈനികനെ കണ്ടെത്തുന്നതിനായി നടപ്പാക്കിയത്. 150-ലധികം വിമാനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു രക്ഷാപ്രവർത്തനം. അതിനിടെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ തകരാറിലായതോടെ അവ അവിടെ തന്നെ ഉപേക്ഷിച്ച് ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു. വൈക്കോൽ കൂനയ്ക്കുള്ളിലെ സൂചി കണ്ടെത്തുന്ന തരം അത്രയും സൂക്ഷ്മമായ ദൗത്യമായിട്ടാണ് അമേരിക്കൻ സേന ഈ ദൗത്യത്തെ വിശേഷിപ്പിച്ചത്. ഇറാൻ പക്ഷേ ഈ സംഭവത്തെ കാണുന്നത് മറ്റൊരു തരത്തിലായിരുന്നു.
ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്തിക്കൊണ്ടുപോകാനുള്ള ഓപ്പറേഷനാണ് പാളിയത് എന്ന് അവർ ആരോപിച്ചു. ഒരു സൈനികനെ രക്ഷിക്കാൻ 12-ലധികം സേനാ വിഭാഗങ്ങൾ രംഗത്തിറങ്ങിയത് അസ്വാഭാവികമാണ് എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ടാകാം ട്രംപിന് സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടത് എന്ന് ഇറാൻ വിലയിരുത്തുന്നു. സൈനികനെ വീണ്ടെടുത്ത ശേഷം ട്രംപിന്റെ മാറ്റം ആശ്വാസത്തിൽ നിന്ന് വീരവാദത്തിലേക്ക് മാറുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. അടുത്ത ദിവസം രാവിലെ മുതൽ ട്രംപ് തന്റെ പ്രസ്താവനകൾ കൂടുതൽ കടുപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കടുത്ത രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ഇറാന് ട്രംപ് നൽകി. ഹോർമൂസ് തുറന്നില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 7-നാണ് അന്ത്യശാസനം പോലെ ട്രംപ് ഭീഷണി മുന്നറിയിപ്പ് നൽകിയത്. ഇന്നു രാത്രി ഇറാന്റെ മുഴുവൻ നാഗരികതയും മരിക്കും, ഒരു സമൂഹം തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ട്രംപ് ഭീഷണി മുഴക്കി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മണിക്കൂറുകൾക്കകം 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ട്രംപിനെയാണ് പിന്നീട് കണ്ടത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ യുദ്ധത്തിൽ ആദ്യത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം അങ്ങനെ നിലവിൽ വന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വന്നിട്ട് ബുധനാഴ്ച 2 ആഴ്ച തികയുകയാണ്. ഇതിനിടയിൽ ഒരു തവണ സമാധാന ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്നുവെങ്കിലും അന്നത് പരാജയപ്പെട്ടു. 2ാം ഘട്ട ചർച്ച നടക്കാനുള്ള സാധ്യത അടയുകയും ചെയ്തു. സംഘർഷത്തിൽ അമേരിക്ക ബഹുദൂരം മുന്നിലാണ് എന്നാണ് ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് വീണ്ടും അവകാശവാദവുമായി രംഗത്തെത്തിയത്. യുദ്ധം അമേരിക്ക ജയിക്കാൻ പോകുകയാണ് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്നും അവരുടെ നാവികസേന പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടുവെന്നുമാണ് ട്രംപിന്റെ വാദം. ഹോർമൂസിൽ തുടരുന്ന അമേരിക്കൻ ഉപരോധമാണ് സമാധാന ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കുന്നത്. എന്നാൽ കരാറിലെത്തുന്നതുവരെ ഉപരോധം തുടരുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഉപരോധം കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഇറാനാണ് എന്നും അവർക്ക് പ്രതിദിനം $500 മില്യൺ നഷ്ടമെന്നും ട്രംപ് പറയുന്നുണ്ട്. 2015-ലെ ആണവ കരാറിനേക്കാൾ ശക്തമായ ഒരു കരാറായിരിക്കും ഇക്കുറി ഇറാനുമായി താൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന കരാർ സമാധാനവും സുരക്ഷയും ഉറപ്പു നൽകുന്നതായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതും ഹോർമൂസിൽ തുടരുന്ന തർക്കങ്ങളുമാണ് ഇറാനെ ചർച്ചയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ വെടിനിർത്തൽ നാളെ അവസാനിക്കാനിരിക്കെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഓർമ്മിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ സമ്പൂർണ്ണമായി തകർത്തുവെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇറാനിൽ നിന്ന് യുറേനിയം വീണ്ടെടുക്കുന്നത് നീണ്ടതും ബുദ്ധിമുട്ടേറിയതുമായ നടപടിയാണ് എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായി തകർക്കുന്നതായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് യുറേനിയം കണ്ടെടുക്കുന്നത് ദൈർഘ്യമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ കാര്യമാണ്. US വൈമാനികർക്ക് അവർ അർഹിക്കുന്നത്ര അംഗീകാരം നൽകുന്നതിൽ വ്യാജ വാർത്തക്കാരായ CNN-ഉം മറ്റ് അഴിമതി മീഡിയ നെറ്റ്വർക്കുകളും പരാജയപ്പെടുന്നു. കൂടാതെ അവർ എപ്പോഴും നമ്മളെ താഴ്ത്തിക്കാട്ടാനും അപമാനിക്കാനും ശ്രമിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ പോരാട്ടത്തിൽ പുതിയ കാർഡുകൾ ഇറക്കാൻ തങ്ങൾ തയ്യാറായി കഴിഞ്ഞുവെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഭീഷണിയുടെ നിഴലിൽ ചർച്ചയിൽ പങ്കെടുക്കാനാവില്ല എന്നും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ പുതിയ തന്ത്രങ്ങൾ യുദ്ധഭൂമിയിൽ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നും ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് പറഞ്ഞു വെച്ചിട്ടുണ്ട്.